ഹലോ എല്ലാവർക്കും നമസ്കാരം. പ്രാണ ഡിസൈൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു മാസ്ക് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. മാസ്ക് തയ്ക്കുന്ന നമ്മൾ കുറേ കണ്ടിട്ടുണ്ടല്ലേ, പക്ഷേ ഇത് കുറച്ചും കൂടി വ്യത്യസ്തമായിട്ട് മുഖം ഫുൾ കവർ ചെയ്യാതെ എന്നാൽ നമുക്ക് ആവശ്യമുള്ള വായും മൂക്കും ഒക്കെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു മാസ്ക് എങ്ങനെ തയ്ച്ചെടുക്കാവുന്നതെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു തുണി എടുത്തിട്ടുണ്ട്. നല്ലൊരു കോട്ടൻ്റെ തുണിയാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഞാനൊരു പാത്രം വെച്ചിട്ടാണ് വട്ടം വരയ്ക്കുന്നത്. നിങ്ങൾക്ക് എന്ത് വെച്ച് വേണമെങ്കിലും വരയ്ക്കാം. ഇങ്ങനെ വട്ടം വരച്ചുണ്ടാക്കുന്ന മാസ്കുകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ആദ്യം മുതൽ തന്നെ. പക്ഷേ ഇത് കുറച്ചും കൂടി ഷേപ്പൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ 27 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് എടുക്കാം. ഇത് നല്ല വലിയ ഒരാൾക്കുള്ള ഒരു മാസ്ക് എത്രയുണ്ടോ അത്ര തന്നെ ഉണ്ടാവും. ഇനി നമുക്ക് ഈ റൗണ്ട് ഷേപ്പിൽ ഈ തുണീനെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഞാനിവിടെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് 4ആയിട്ട് മടക്കിയെടുക്കണം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ സൈഡില്ലേ എല്ലാം കൂടുന്ന ഈ മൂലയ്ക്ക് നിന്ന് ഒരു 1.5 സെൻറ്റിമീറ്റർ അളവെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡിൽ ഒരു 1.5 സെൻറ്റിമീറ്റർ എടുക്കാം. സെൻറ്റിമീറ്റർ അല്ല, ഇഞ്ചാണ്, മാറിപ്പോയതാണ്. ശേഷം നമുക്ക് ഇതിനെ രണ്ടിനും ഈ 1.5 ഇഞ്ച് വരച്ച രണ്ടും കൂടെ യോജിപ്പിച്ചെടുക്കാം. ഇങ്ങനെ വരച്ചെടുക്കാം. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ രണ്ട് മൂലയ്ക്ക് നമുക്ക് 1 ഇഞ്ച് വീതം നമുക്കൊന്ന് അടയാളപ്പെടുത്താവേ. 1 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് ഇവിടെ നിന്നൊരു ഷേപ്പിൽ അങ്ങോട്ട് ഒന്ന് വരച്ചെടുക്കാം. കണ്ടോ, ഇതിങ്ങനെ ഒരു ഷേപ്പിൽ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വരച്ചയിൽ കൂടെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ സൈഡിൽ ഇതിനൊരു ഷേപ്പും കൂടി കൊടുക്കാനുണ്ട്. ഇനി നമുക്ക് രണ്ട് സൈഡിൻ്റെയും അറ്റങ്ങൾ തമ്മിലൊന്ന് യോജിപ്പിച്ച് കൊടുക്കാവേ. അപ്പോൾ നമ്മളിവിടെ രണ്ട് പോർഷനും ഇങ്ങനെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ രണ്ട് സൈഡും നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിന്ന് തുറന്നെടുക്കാം. ശേഷം നമുക്ക് ഒരു നല്ല വശം ഇങ്ങനെ വെക്കുക. ശേഷം അതിൻ്റെ മുകളിൽ നല്ല വശം ചേർത്ത് വയ്ക്കുക. അതിന് ശേഷം നമുക്കിതിനെ ഇങ്ങനെ അടിച്ചു കൊടുക്കാം. ഈ പോർഷനും ഒഴിവാക്കിയിട്ട് ബാക്കി നമുക്ക് ചുറ്റും ഇങ്ങനെ അടിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിനെ മറിച്ചെടുക്കാം. ഞാനിവിടെ ഓപ്പൺ ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഒന്ന് അയൺ കൂടെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് 2 ഇലാസ്റ്റിക് പിടിപ്പിക്കണം. ഞാനിവിടെ വള്ളിയാണ് പിടിപ്പിക്കുന്നത്. എന്ത് വേണമെങ്കിലും നമുക്ക് പിടിപ്പിക്കാവുന്നതാണ്. ഇതൊരു 7.5 സെൻറ്റിമീറ്റർ ആണ് ഒന്നിൻ്റെ നീളമുള്ളത്. ആദ്യം ഞാനിങ്ങനെ ഫുൾ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വള്ളി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾക്കിത് സൈഡിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡും ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മനോഹരമായിട്ടുള്ള മാസ്ക് റെഡി ആയിട്ടുണ്ട്. വളരെ ചെറിയ മാസ്കാണ്, എന്നാൽ ആവശ്യമുള്ള ഭാഗങ്ങളൊക്കെ കവറാവുന്ന ഒരു മാസ്കാണ്. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. ഇങ്ങനെ നല്ല എളുപ്പമാണ്, നമുക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു മാസ്കാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നവരേക്കും താങ്ക് യു.